ഇപ്പോൾ ജെയിംസ് സാമുവലിന്റെ പ്രതികരണം കേൾക്കാം നമുക്ക്. അത് ജി സുധാകരൻ കൂടുതൽ അപഹാസ്യനാകാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ടതാണ്. ഇനി അദ്ദേഹം പറഞ്ഞ പോലെ ഗവൺമെന്റ് ഇത് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ കൊടുക്കട്ടെ. എത്ര ദിവസം കൊടുക്കാൻ പറ്റും? ഞങ്ങളിപ്പോൾ 2017 മുതൽ എല്ലാ ദിവസവും 10 പേർ വീതം രക്തദാനം ചെയ്യുന്നുണ്ട്. ആ മഹത്തായ പദ്ധതി കൊടുക്കാൻ ഗവൺമെന്റ് കഴിയുമോ? അപ്പോൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി, തൻ്റെ സ്വന്തം നേട്ടത്തിന് വേണ്ടി അപഹാസ്യനാകുന്ന പ്രസ്താവനകൾ പിൻവലിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് സൂചിപ്പിക്കുക. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. മനീഷ്, 9 വർഷങ്ങളായി ഡിവൈഎഫ്ഐ ഇത് ചെയ്യുന്നുണ്ട്. 82 ലക്ഷം പേർക്ക് ഇതുവരെ പൊതിച്ചോറ് കൈമാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു പദ്ധതിയാണ് രാഷ്ട്രീയ നേതാവ് വിമർശിക്കുന്നത്. സർക്കാർ ചെയ്യണമെന്നാണ് പറയുന്നത്. സർക്കാർ അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടില്ല. അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കണമെന്ന ആവശ്യം ഈ പറയുന്ന ആരും മുന്നോട്ട് വെച്ചിട്ടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ അത് എത്ര ദിവസം ചെയ്യാൻ കഴിയുമെന്നാണ് ഡിവൈഎഫ്ഐ ചോദിക്കുന്നത്. അതെ മാധു, ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു വിമർശന ഉന്നയിച്ചുകൊണ്ട് ജി സുധാകരൻ സ്വയം തന്നെ അപഹാസ്യനാകുന്നു എന്നാണ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമുവൽ പറയുന്നത്. ഒപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് അടക്കമുള്ള ആളുകൾ ഇതാ ഫേസ്ബുക്കിൽ അത്തരം കാര്യങ്ങൾ കുറിക്കുന്നുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ജി സുധാകരൻ ഇങ്ങനെ പറയുന്നത്? മറ്റ് സർക്കാർ സംവിധാനങ്ങൾ എവിടെയാണ്? മെഡിക്കൽ കോളേജിലടക്കം സൗജന്യമായി ഭക്ഷണം എത്തിക്കുന്ന ഒരു പദ്ധതി നിലവിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇരിക്കെ എന്തിനാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ സാധാരണക്കാരായ ആളുകൾക്ക് വലിയ ആശ്രയമാകുന്ന പൊതിച്ചോറ് സംവിധാനം? അത് 9 വർഷത്തോളമായി സംസ്ഥാനത്ത് ഡിവൈഎഫ്ഐ നടപ്പിലാക്കുന്നതാണ്. അതും ഈ ജി സുധാകരൻ തന്നെ പല ഘട്ടങ്ങളിൽ അതിന് ഉദ്ഘാടന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിന്ന വ്യക്തിയാണ്. അങ്ങനെ രാഷ്ട്രീയം മാറി അദ്ദേഹം CPIM വിട്ട് മറ്റൊരു UDF മുന്നണിയുടെ ഭാഗമായി അവിടെ മത്സരിച്ച് ജയിക്കുമ്പോൾ എങ്ങനെ ഇത്തരത്തിലുള്ള മലക്കം മറിച്ചിൽ പറ്റുന്നതെന്നാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. പക്ഷേ ഇപ്പോഴിത് അല്പനിമിഷം മുൻപാണ് ജി സുധാകരൻ നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹം പൊതിച്ചോറ് ആശുപത്രിക്കുള്ളിൽ കൊടുക്കുന്നതിനെതിരെയാണ് അദ്ദേഹം തന്റെ നിലപാട് പറഞ്ഞത്. ആശുപത്രിക്ക് പുറത്ത് ആഹാരം കൊടുക്കുന്നതിൽ പ്രശ്നമില്ല എന്നാണ്. പക്ഷേ ഡിവൈഎഫ്ഐ കൊടുക്കുന്നത് ആശുപത്രിക്ക് അകത്ത് വെച്ചല്ല, പുറത്ത് ലോറിയിൽ കൊണ്ടുവന്നാണ് വിതരണം ചെയ്യുന്നതിനുള്ള കാര്യമുണ്ട്. ഒപ്പം തന്നെ കൊടി കെട്ടിക്കൊണ്ട് എന്തിനാണ് രാഷ്ട്രീയ പാർട്ടികൾ ആശുപത്രിക്കുള്ളിൽ പ്രവേശിക്കുന്നത്? രാഷ്ട്രീയ പാർട്ടിയുടെ മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.